സാന്ദർഭികമായി അനുസ്മരിക്കുകയാണ്. അതോടൊപ്പം ഒരൊറ്റ കാര്യം കൂടി പറയട്ടെ സഹോദരന്മാരെ, എന്നാൽ ഈ ഇഖ്ബാൽ ജാലാവാലിന്റെ അടുത്ത് ഇല്ലാത്ത സനത് എങ്ങനെ കാന്തപുരത്തിന് ഉണ്ടാക്കേണ്ടി വന്നത്? അതിന്റെ കഥ ഉണ്ട്, ഞാൻ സംക്ഷിപ്തമായി പറഞ്ഞുതരാം. അള്ളാഹുവിന്റെ ഒരു അത്ഭുതം നോക്കണം. ഇതൊക്കെ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ അവരെ കൂടെ നമ്മൾ വരും ചെയ്യാണ്. ഇതൊക്കെ അള്ളാഹുവിന്റെ ഒരു അജായിബുകളാ. ഇത് മർക്കസിൽ ഒരു മുടി ഒരു കുട്ടിന്റെ അടുത്ത് നിങ്ങൾ ഇങ്ങനെ വാർത്ത പരന്നു. അപ്പൊ കാന്തപുരം അറിഞ്ഞു റസൂലുള്ളാഹിന്റെ മുടി ഉണ്ട്. അപ്പൊ ആ കുട്ടിനെ വിളിപ്പിച്ചു. എനിക്ക് എവിടെ നിന്നാ കിട്ടിയോ ചോദിച്ചു. എനിക്കിങ്ങനെ മുംബൈയിൽ നിന്ന് കിട്ടിയാണെന്ന് പറഞ്ഞു. നീ കിട്ടുമോ ചോദിച്ചു. ആ കിട്ടാൻ സാധ്യത അറിയാം, നമുക്ക് ചെന്നപ്പോഴാ എമ്പാടും കിട്ടും, ഒരു സംശയമല്ല. ആ കുട്ടി ഒന്ന് കിട്ടും തന്നു. എന്നാ പോയി കൊണ്ടുവരാൻ എനിക്കൊരു മുടിയായിരുന്നു. ആ കുട്ടി 3 മുടിയേറ്റും വന്ന് പോയിട്ട്. ആ 3 മുടിയേറ്റം വന്നപ്പോൾ അത് ഇങ്ങനെ കൊടുത്തു. അവിടെ തന്നെ മുദരിസായി സേവനം അനുഷ്ഠിക്കുന്ന അവിടുത്തെ ഫസ്റ്റ് റാങ്കുകാരനായ ഒരു സക്കാഫിയുടെ സേവനം അനുഷ്ഠിക്കുന്നുണ്ട്. അയാള് കയ്യിൽ AP മുടി കൊടുത്തു. എടാ ഈ മെഴുകിലത് അവിടെ സൂക്ഷിച്ചു വെച്ചോ പറഞ്ഞു. മൂപ്പര് മേശന്റെ വലിപ്പിൽ വെച്ചു. മൂപ്പർക്ക് AP വലിയ വിശ്വാസം തോന്നിയിട്ടില്ല. മേശന്റെ വലിപ്പിലവിടെ വെച്ചു. കുറെ കാലം മേശന്റെ വലിപ്പിൽ കടന്നു. അങ്ങനെയാണ് UAE ഒരു പ്രഗത്ഭനായ അറബി വരുന്നത്. അറബി വന്നപ്പോ ഇവിടെ പല സാധനങ്ങളുടെ അറബികൾ കാണിച്ചു കൊടുത്ത് ഇങ്ങനെ ബോധ്യപ്പെടുത്തിയപ്പോ ഇവിടെ ഷായർ മുബാറക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അറബിക്ക് കൗതുകമല്ലോ. കാരണം ലോകത്ത് അദ്ദേഹം അറിയപ്പെട്ട കേന്ദ്രങ്ങളൊക്കെ ഇത് കേട്ടിട്ടും കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ കേരളത്തിലുള്ള വിവരം മൂപ്പരെടുത്തില്ല. എന്നാ എനിക്ക് കാണണം എന്ന് പറഞ്ഞു. കണ്ടു നോക്കുമ്പോൾ 3 ഉണ്ട്. എന്നാ 1 എനിക്ക് തരും, എത്ര വില തന്നാലും വേണ്ടിയില്ലായിരുന്നു. കൊടുത്തു. മൂപ്പര് കാശല്ല ആവശ്യം. എത്ര കാശ് കിട്ടിയാലും പിരിച്ചാലും മതിയാകാത്തൊരു വിഭാഗം അവര്. അങ്ങനെ ഒരു മുടി കൊടുത്തു. ഈ മുടിയേറ്റാൾ പാവനമായി കരുതിയാണ് നാട്ടിലേക്ക് തിരിച്ചുപോയി. പിന്നെ അറബിന്റെ ഭാഗത്ത് നിന്ന് കാന്തപുരം അവിടെ ചെന്നപ്പോ അല്ല എനിക്ക് ആ മുടിന്റെ സനതൊന്ന് കിട്ടിയിട്ടിരുന്നല്ലോ. അറബിക്ക് പിന്നെയാണ് ഈ കാര്യം ആരോ പറഞ്ഞത്. ഇതിന്റെ ലോകത്ത് ഇങ്ങനെ പല സ്ഥലത്തും തട്ടിപ്പടക്കുന്നുണ്ട്, അതിന്റെ സനത് വാങ്ങിക്കൂടി അറിഞ്ഞിട്ടുണ്ടാവും ആലിങ്ങൾ. ആ ഞാൻ സംഘടിപ്പിച്ചതായിരുന്നു. കാന്തപുരത്തിൻ്റെ സംഘടിപ്പിക്കാൻ വേണ്ടി കാന്തപുരം മർക്കസിക്ക് ഫോൺ ചെയ്തു. നമ്മൾ ആ മുടിക്കൊരു സനത് ഉണ്ടാക്കണം, ഇത് സൂക്ഷിക്കണ സക്കാഫിക്ക ഫോൺ ചെയ്തു. അവിടുത്തെ ഉസ്താദാ. ഒരു മുടിക്ക് നബി മുതൽ ഇത് മുതൽ ഇഖ്ബാൽ ജാലാവാലം കുറച്ച് പേര് പറഞ്ഞെടുത്തു. ഈ പേരുകൾ തലക്ക വരണം, എന്നിട്ട് നബി തങ്ങൾ മുട്ടുന്ന ഒരു പരമ്പര സിൽസില ഉണ്ടാക്കി ഇവിടെ അയച്ചു തരണം എന്നാണ്. ഇയാൾ പറഞ്ഞു ഞാൻ കുറെ ഇരുന്നു, ചരിത്രമൊക്കെ ഒപ്പിച്ചു നോക്കി. എങ്ങനെ 3-4 ദിവസം ഇരുന്നിട്ടും ഈ പരമ്പര ഇങ്ങനെ പോകുമ്പോൾ അയാൾ പറഞ്ഞ രസം എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് നബിന്റെ അടുത്തേക്ക് അങ്ങോട്ട് എത്തൂല പരമ്പര. എന്നാ നബി ഇങ്ങോട്ട് ഇന്ത്യക്ക് വന്നു കാണൂല താരീഖില്. പിന്നെ എങ്ങനെ മുട്ടിക്ക? ഒരു രക്ഷയില്ല. ഞാൻ അവിടെ വെച്ചിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ നടക്കൂലെന്ന് കണ്ടപ്പോ ഇപ്പൊ ന്യൂസിലൻഡിൽ ജോലി ചെയ്യുന്ന മറ്റൊരു സക്കാഫിന്റെ ഇയാളെ കൂട്ടുകാരൻ ഇപ്പൊ അവിടെ ജോലി ചെയ്യുന്നത്. ഇയാൾ പറഞ്ഞ ഈ സക്കാഫി നമ്മൾ പറഞ്ഞ വിവരാ. അദ്ദേഹം ഇത്തരം കാര്യങ്ങളെ കുറിച്ച് വിദഗ്ധനാണ്. അറബികൾ കത്തെഴുതാനും മറ്റൊക്കെ സാധാരണ അദ്ദേഹത്തെ ഏൽപ്പിക്കാറുള്ളത്. എടാ അയാളെ ഞാൻ ഏൽപ്പിച്ചിട്ട് കുറെ ദിവസം ശരിയാകുന്നില്ല, അറബിക്ക് അത് കൊടുക്കണം, നീ ഒരു സനത് ഉണ്ടാക്കി ഇനി ആൾക്കാരെ കൊടുത്തിട്ടുണ്ട്, അത് കൂട്ടിച്ചേർത്തിട്ട് റസൂലുള്ളാഹിക്ക് മുട്ടൊരു പരമ്പര ഉണ്ടാക്കിയിട്ട് അയച്ചു പറഞ്ഞു. മൂപ്പര് 10 മിനിറ്റ് കൊണ്ട് കാർ റെഡിയാക്കി, പരമ്പര റെഡിയാക്കി, റെഡിമെയ്ഡ്. കാരണം ഖാദിരിയ്യ ത്വരീഖത്തിന്റെ സിൽസില എടുത്താൽ നേരെ നബിക്ക് മുട്ട പരമ്പര അത് ചേർത്തി കൊടുത്തു. മൂപ്പര് ഫിറ്റ് ചെയ്തു. അങ്ങനെ പരമ്പര ഉണ്ടാക്കി. അപ്പൊ നമ്മൾ ഫ്രെയിം ചെയ്ത് സൂക്ഷിച്ചു. അറബിക്ക് അയച്ചു കൊടുത്തത് മാത്രമല്ല, അറബിക്ക് പക്ഷെ അയച്ചു കൊടുത്തപ്പോ കിട്ടിയ വിവരം ആ അൽ ഖാദിരി എന്നൊക്കെ വെട്ടിമാറ്റി, ഖാദിരി ഒഴിവാക്കി. ഈ അബ്ദുൽ ഖാദിരി, അഹമ്മദുൽ ഖാദിരി, നിസാമുദ്ദീൻ ഖാദിരി അറബിക്ക് സംശയം തോന്നാറിക്കാണ്ട് അൽ ഖാദിരിയൊക്കെ എഡിറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ചെയ്തു പേര് മാത്രമാക്കിയിട്ട് ആണ് അറബിക്ക് അയച്ചു കൊടുത്തത്. അതും ഇവിടുന്ന് കിട്ടിയവരാ. ഇങ്ങനെ ഇവരെന്ത് ചെയ്തു? പിറ്റേ ദിവസം ഈ 1ാമത്തെ സക്കാഫി ലൈബ്രറിക്ക് ഞാൻ ചെന്നപ്പോ അവിടെ ഉണ്ട് ഫ്രെയിം ചെയ്ത് ഭംഗിയായി സനത് ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിക്കണ്. അപ്പൊ ലൈബ്രറിനോട് ചോദിച്ചു, എടാ അല്ല സനത് എവിടുന്ന് കിട്ടി? എടാ അതൊക്കെ ഉസ്താദ് വിചാരിച്ച അതിന് വല്ല പണിയുണ്ടോ, ഉസ്താദിന് പറ്റിയ ആൾക്കാരെ ഏൽപ്പിച്ചു പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. മൂപ്പരും ചിരിക്കുക. അങ്ങനെയാണ് 1ാമത്തെ സനത് ഉണ്ടാക്കിയത്. അങ്ങനെ ഉണ്ടാക്കിയ സനത് അതുകൊണ്ട് കാന്തപുരത്തിന് ഈ സനതേറ ഇത്രയും കൊല്ലായിട്ട് മടിത് എടുത്ത പ്രശ്നവും കാന്തപുരത്തിന് അറിയാം. ഇതാണ് ആ സനത് ഉണ്ടാക്കിയ കഥ. വിനയപൂർവ്വം സ്നേഹപൂർവ്വം പറയട്ടെ, 1ാമത്തെ മുടിക്ക് നിങ്ങൾ സനത് ഉണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ, കൃത്യമായി കാരന്തൂരിൽപ്പുള്ള ഒരു കുട്ടിയെ കുറിച്ചല്ല നിങ്ങൾ പറയുന്നത്. കാരന്തൂർ മർക്കസിൽ 1ാമത്തെ റാങ്ക് കിട്ടിയിട്ട് കാന്തപുരം വലിയ ആദരവ് നൽകി അവിടെ മുദരിസായി സേവനം അനുഷ്ഠിച്ചിരുന്ന സക്കാഫി നൽകുന്ന ഔദ്യോഗിക വിവരം ആധികാരികമായി ഞങ്ങൾ നേരത്തെ പറഞ്ഞു, ഞങ്ങൾ വീണ്ടും പറയുന്നു. അദ്ദേഹവും അദ്ദേഹത്തിന്റെ സുഹൃത്ത് ഇന്നും ന്യൂസിലൻഡിൽ ജോലി ചെയ്യുന്ന ആ സുഹൃത്തും കൂടിച്ചേർന്ന് ലാസ്റ്റ് അദ്ദേഹം സമ്പൂർണ്ണമാക്കി ഉണ്ടാക്കിയ സനതാണ് അവിടെ നിലവിലുള്ളത് എന്ന് പറയുമ്പോൾ നിങ്ങൾ നിഷേധിക്കാൻ തയ്യാറുണ്ടോ? ക്വസ്റ്റ്യൻ നമ്പർ 6. നിങ്ങൾ